സദ്ഗുരുഭ്യോ നമഃ. പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമുക്ക് അമരീഷ ചരിതം സമർപ്പിക്കാം. ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്, എന്താണ് ഏകാദശിയുടെ പ്രത്യേകത. വ്രതങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രത്യേകമായ ചില സയൻസിന്റെ മാധ്യമത്തിൽ കൂടി സയന്റിഫിക് ഇമേജ്, ശാസ്ത്രീയ വശങ്ങൾ ഉണ്ട്. എല്ലാ വ്രതത്തിനും ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൂടായെങ്കിലും നമ്മളത് ശ്രദ്ധാഭക്തിയോടുകൂടി ആചരിക്കാറുണ്ട്, അത് അനുഷ്ഠാനമായിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെങ്കിൽ എന്താണ് ഇതിന്റെ ശാസ്ത്രീയ വശം എന്നൊന്ന് അവലോകനം ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. കാലങ്ങളായിട്ട് ചെയ്തു പോരുന്നു, അത് തുടർന്നു വരുന്നതാണ് ഇപ്പോഴും കീഴ്വഴക്കം. അങ്ങനെയാണ് എല്ലാ വ്രതങ്ങളും. പക്ഷെ എല്ലാ വ്രതങ്ങൾക്കും ശാസ്ത്രീയമായ വശമുണ്ട്. പ്രത്യേകിച്ച് ശിവരാത്രി, അമാവാസി, പൗർണമി തുടങ്ങിയതിനൊക്കെ വളരെ ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഏകാദശി വ്രതത്തിന്റെ ആ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നമ്മള് ഈശ്വര ആരാധനയ്ക്ക് ശരീരം ആവശ്യമാണ്. ഒരു ഉപാധിയാണല്ലോ ശരീരം. അത് ഈശ്വര ആരാധനയ്ക്കുള്ളതാണ്. ഈ ശരീരത്തിന് ഊർജം വേണം. അതിനെന്തു വേണം? ആഹാരം വേണം. ആഹാരം കഴിക്കുന്നതുകൊണ്ട് ശാരീരികമായ ഊർജം കിട്ടും. ആ ഊർജം നമ്മുടെ ശാരീരിക ക്ഷമതയെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇന്റേണലായിട്ടുള്ള പാർട്സുകളുണ്ട്. അത് പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മുടെ പചന പ്രക്രിയ അല്ലെങ്കിൽ ദഹന പ്രക്രിയ, അതല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ സിസ്റ്റം. ശരീരത്തിന് പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തിക്ക് അനുസരിച്ച് വിശ്രമവുമുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലെ ഡൈജഷൻ സിസ്റ്റം, ആ പചന പ്രക്രിയ നടത്തുന്നത്, അതിന് ഒരു സ്വല്പം വിശ്രമം കൊടുക്കണം എന്നാണ് ആയുർവേദം പറയുന്നത്. പൂർവികരായിട്ടുള്ളവരൊക്കെ നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴ് നമ്മള് പ്രവർത്തിക്കുന്നു, അതിൽ വിശ്രമിക്കുന്നു എന്നതുപോലെ തന്നെ നിത്യവും നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്ന ഈ ദഹന പ്രക്രിയയ്ക്കും സ്വല്പം ചെറിയ രീതിയിൽ ഒരു വിശ്രമം വേണം. അതിന് നമ്മുടെ പൂർവികര് ഒരു സിദ്ധാന്തം പറഞ്ഞിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ലഘു ആഹാരങ്ങളെ കൊണ്ട് കടന്നു പോകുക. നമ്മൾ എന്നും കഴിക്കുന്നത് പോലൊക്കെയുള്ള ആഹാരം കഴിക്കാതെ ലഘു ആഹാരം കഴിക്കുക. എന്നും കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരാഹാരം കഴിക്കുക. അപ്പോൾ നമ്മൾ വ്രതങ്ങൾ നോക്കുമ്പോൾ അരിയാഹാരം ഉപേക്ഷിക്കും, ഗോതമ്പിനെ ആശ്രയിക്കുന്നതാണ്. പക്ഷെങ്കിൽ വടക്കേ ഇന്ത്യയിലുള്ളവര് ഗോതമ്പിനെ ഉപേക്ഷിക്കും, അരിയാഹാരം സ്വീകരിക്കും. നിത്യവും കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കഴിച്ചുകൊണ്ട് ഈ ദഹന പ്രക്രിയയുടെ പ്രവർത്തനത്തെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ നിരാഹാരം ചെയ്യണം. അതിന് അല്പാഹാരം, നിരാഹാരം എന്ന് പറയുന്നില്ല. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ചെയ്യണം. ആ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യുമ്പോൾ നിരാഹാരം ആണല്ലോ ഉദ്ദേശിക്കുന്നത്, അല്പാഹാരം. അത് ശരീരത്തിന്റെ ശാരീരികമായ ഊർജത്തെ, നിരാഹാരവും ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ്, നമ്മുടെ ദഹന പ്രക്രിയയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നത് മൂലം. പക്ഷെങ്കിൽ ആ നിരാഹാരം ശാരീരികത്തിനോടൊപ്പം മാനസികവും ആത്മീയവുമായ ഉന്നതിക്ക് ഉതകുന്ന രീതിയിൽ ആ നിരാഹാരത്തെ നമ്മുടെ പൂർവികര് ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഒരു വിദ്യ പറഞ്ഞു. ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. അവിടെ അല്പാഹാരമാണ് പ്രതിപാദ്യം. ആ അല്പാഹാരത്തിനോടൊപ്പം തന്നെ അത് ശരീരത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്റെ ആത്മീയമായ ഉന്നതിക്ക് എന്തു ചെയ്യണം? ഈ അല്പാഹാരം കഴിക്കുന്ന ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഉപവാസം അനുഷ്ഠിക്കുമ്പോഴോ ശരീരവും മനസ്സും പ്രകൃതിയുമായിട്ട് ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഉപവാസം ശരിയായ രീതിയിൽ സമ്പൂർണമായ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഏകാദശി വ്രതത്തിന് പരമമായ പ്രാധാന്യമാണ് അവിടെ കൽപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധ്യാത്മിക സാധനയിൽ കൂടി ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവൻ
ഏകാദശി വ്രതം നോക്കുകയാണെങ്കിൽ ഏകാദശിയുടെ തലേ ദിവസം ഒരു നേരം ആഹാരം ഒഴിവാക്കും. അതായത് ഒരിക്കൽ എന്ന് പറയും. ദശമിക്ക് അസ്തമയത്തിന് ശേഷം ആഹാരം കഴിക്കുകയില്ല. അസ്തമയത്തിന്റെ ഏതാണ്ട് ഒരു 4 നാഴികയെങ്കിലും മുന്നില്, അതായത് ഒരു 5 മണിയോടുകൂടി ആഹാരം കഴിച്ച് അന്ന് രാത്രിയിലത്തെ ആഹാരം ഒഴിവാക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഏകാദശിക്ക് സമ്പൂർണമായ ഒരു നിരാഹാരം എന്നുകൊണ്ട് അല്പാഹാരം, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈശ്വര ധ്യാനം ചെയ്ത് ജപം ചെയ്ത് ഭഗവാന് സമർപ്പിച്ച നേദ്യത്തെ കഴിച്ചുകൊണ്ട് അന്നത്തെ ഒരു ദിവസം ലഘുവായ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് അന്ന് നാമജപവും ഭഗവത് ചിന്തനവും സ്മരണവുമായിട്ട് കഴിഞ്ഞുകൂടി അടുത്ത ദിവസം രാവിലെ ദ്വാദശി തിഥി ഉണ്ട്. ആ തിഥിയിലെ ആദ്യത്തെ 15 നാഴിക, അതിന് ആ തിഥി തീരുന്നതിന് മുന്നിലായിട്ട് നമ്മൾ ഏകാദശിയുടെ സമർപ്പണം ചെയ്യും. പാരണ വീടുക എന്നാണ് അതിന് പറയുക. ആ പാരണ വീടി ആ വ്രതം നമ്മൾ സമർപ്പിക്കുകയാണ്. ഇവിടെ ഏകാദശിയുടെ അവസാനത്തെ 15 നാഴിക, ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴിക, ഇതിന് ഹരിവാസരം എന്നാണ് പറയുന്നത്. സാക്ഷാൽ ശ്രീഹരിയുടെ ദിനം. അതല്ല, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രേഷ്ഠമായ ദിനം എന്ന് പറയും ഹരിവാസരം. ഈ ഹരിവാസര സമയത്ത് മനുഷ്യ ശരീരവും മനുഷ്യ മനസ്സും പ്രകൃതിയും ശാന്തമാകുന്ന ഒരവസ്ഥയാണ്. ആ ശാന്തമാകുമ്പോൾ നമ്മള് അല്പാഹാരത്തോടുകൂടി ചെയ്യുന്ന ഭഗവത് ചിന്തനം അല്ലെങ്കിൽ അഥവാ ഉപവാസം, അത് ഏറ്റവും പെട്ടെന്ന് ശ്രീഹരിയിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ നമ്മുടെ ശ്രീഹരിയിലേക്കുള്ള ചിന്ത നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനിയും ദ്വാദശിക്ക് തന്നെ വൈകുന്നേരം ദ്വാദശിയും ത്രയോദശിയും കൂടെ സന്ധിക്കുന്ന ദിവസം വരുന്നുണ്ട്. ഏകാദശിയും ദ്വാദശിയും കൂടെ സന്ധിക്കുന്നത് ഹരിവാസരം, ദ്വാദശിയും ത്രയോദശിയും കൂടെ സന്ധിയിൽ സന്ധിക്കുന്ന സമയം, അതിന് പ്രദോഷം എന്ന് പറയും. അത് മഹാദേവനെ പ്രതിയാണ് പ്രദോഷം നോക്കുന്നത്. മഹാദേവൻ മംഗളസ്വരൂപനാണ്. ജീവനിൽ മംഗളത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കും. എങ്ങനെ? തലേ ദിവസം ഹരിവാസരം അനുഷ്ഠിച്ചു, പിറ്റേ ദിവസം പ്രദോഷം അനുഷ്ഠിക്കുന്നുണ്ട് ദ്വാദശിക്ക്, ത്രയോദശിയോട് ചേർന്ന്. ത്രയോദശി കഴിഞ്ഞാലോ ചതുർദശിയാണ്. ചതുർദശിക്ക് മനുഷ്യന്റെ ജീവനിൽ വലിയ പ്രാധാന്യമുള്ള ദിനമാണ്. അത് കൃഷ്ണപക്ഷമായിരുന്നാലും ശുക്ലപക്ഷമായിരുന്നാലും. ശുക്ലപക്ഷമാണെങ്കിൽ ചതുർദശി കഴിഞ്ഞാൽ പിന്നെ പൗർണമിയാണ് വരുന്നത്. ഈ പൗർണമി വ്രതം നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കുന്നതാണ്. മനുഷ്യ മനസ്സ് ബഹിർഗമിക്കുന്നതാണ് പൗർണമിയുടെ പ്രത്യേകത. ബഹിർഗമിക്കുന്ന മനുഷ്യ മനസ്സിനെ എപ്രകാരമാണോ ചന്ദ്രൻ പൂർണ്ണമാകുന്നത്, ചന്ദ്രൻ മനസ്സിന്റെ കാരക ഗ്രഹമാണ്, എപ്രകാരമാണോ ചന്ദ്രൻ ബഹിർഗമിക്കുന്നത്, അതുപോലെ മനുഷ്യ മനസ്സും ബഹിർഗമിച്ച് വിഷയ വിചാര വികാരങ്ങളെ തേടാൻ തുടങ്ങും. അതുകൊണ്ട് ആ സമയത്ത് മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ പൗർണമിയുടെ ഉപവാസവും അനുഷ്ഠാനവും നമുക്ക് ശക്തി പകരുന്നതാണ്. അതല്ല, ത്രയോദശി കഴിഞ്ഞ് കൃഷ്ണപക്ഷമാണെങ്കിൽ കൃഷ്ണപക്ഷ ചതുർദശി നമ്മൾ ഏറ്റവും അധികവും കൊണ്ടാടുന്ന ഒരു തിഥിയാണ് കൃഷ്ണപക്ഷ ചതുർദശി. അതിന് അമാവാസി, അതിന് ശിവരാത്രിയുടെ തലേ ദിവസമാണ്, പിറ്റേ ദിവസം ശിവരാത്രിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകാദശി തൊട്ട് അമാവാസി വരെ, പൗർണമി വരെ പ്രകൃതിയും മനസ്സും ശരീരവും സ്വസ്ഥമാകുന്ന ഒരു സമയമായതുകൊണ്ട് ഏകാദശിക്ക് തുടങ്ങുന്ന ഉപവാസം പൗർണമി വരെ നീണ്ടു നിൽക്കും. അപ്പോൾ ഉപവാസങ്ങളുടെയൊക്കെ ആരംഭത്തിന് നന്ദി കുറിക്കുന്ന ആ ഏകാദശിക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.